രാത്രി 9 മണിയായി. പകൽ മൊത്തം ഈ ബെഡിലേ കിടന്നുറങ്ങുള്ളൂ. രാത്രി ഒരു 12 മണി 1 മണി വരെ നമ്മുടെ കൂടെ കിടക്കും. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് വിട്ടാൽ അവിടെ സോഫയിൽ പോയി കിടന്നുറങ്ങും. ഉറങ്ങുക പറയുമ്പോൾ കുറച്ച് ഉറങ്ങുള്ളൂ. അവൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഈ ഒരു ബെഡിൽ വന്ന് കിടന്നാലേ ഉറങ്ങുള്ളൂ. അച്ചു ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അവനെ മിസ് ചെയ്യുമ്പോൾ അവൻ അവൻ്റെ ബെഡിൽ കുറച്ച് പോയി കിടക്കും. അവൻ നല്ല ഉറങ്ങുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് വെറുതെ ഒറ്റയ്ക്കൊന്നും വന്ന് കിടക്കില്ല, ഇവൻ്റെ കൂടെ നമ്മൾ വന്ന് കിടക്കണം. ഇത്ര നേരം ഇവിടെ കിടക്കണ്ടായിരുന്നു, ഞാനിപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ ആകെ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടോ. എല്ലാവരും രാത്രി അവനെ കൂടെ കിടത്തിക്കൂടെ ചോദിക്കുമ്പോൾ നമ്മൾ 12 മണിയൊക്കെ കഴിയുമ്പോൾ നല്ല ഉറക്കം പിടിക്കുമല്ലോ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് സ്ഥലമുള്ളൂ, ചെറിയ ബെഡല്ലേ, അപ്പോൾ ഇവിടെ കിടക്കും. ഇവൻ ഇങ്ങനെ നടക്കി കയറി കിടക്കുമ്പോൾ ഞാൻ ഇത്രയും സ്ഥലത്താണ് കിടക്കുന്നത്. അങ്ങനെ പകുതി സ്ഥലത്ത് കിടക്കുമ്പോൾ തിരിയാനും മറിയാനും പറ്റില്ല, മേല് വേദനയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ എണീക്കാൻ പറ്റത്തില്ല, ഇടുപ്പ് വേദനിച്ചിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് 12 മണിക്ക് ശേഷം ഞാൻ ഇവനെ പുറത്തേക്ക് ആക്കുന്നത്. പകലൊക്കെ ഇപ്പം നമ്മൾ കെട്ടിപ്പിടിച്ച ആ ഒരു ചെറിയൊരു സ്ഥലത്ത് അങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ ഇവിടെ കിടന്നിട്ട് ഇപ്പോൾ എണിച്ച് പോയുള്ളൂ. ഞാനിത് എത്ര നേരം അവിടെ കിടക്കായിരുന്നു, ഇപ്പോൾ എണിച്ചതാണ്. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എണിച്ച് ഞാനും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ പിന്നാലെ വരും. ഈ ഉറങ്ങണമൊന്നും കാണണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമൊക്കെ അവനക്കറിയാം. ഒരാൾ പുറത്തേക്ക് പോയിട്ട് കയറി വരും തന്നെ, പുറത്ത് പോകും, തിരിച്ചിങ്ങോട്ട് കയറി വരും തന്നെ. ഇവരുടെ